യോശുവ 1:3 നിങ്ങളുടെ ഉള്ളങ്കാൽ ചവിട്ടുന്ന സ്ഥലമൊക്കെയും ഞാൻ മോശയോട് കൽപ്പിച്ചതുപോലെ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. മോശയുടെ മരണശേഷം യോശുവയെ ദൈവീക പദ്ധതികളുടെ പൂർത്തീകരണത്തിനായി ദൈവം തിരഞ്ഞെടുത്തു. മോശയോട് ദൈവം വാഗ്ദത്തം പറഞ്ഞതൊക്കെ യോശുവയിൽ കൂടി പൂർത്തീകരിച്ചു. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളൊക്കെ ഉവ്വ് ഉവ്വ് എന്ന് മാത്രമാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മോട് പറഞ്ഞ ചില വാഗ്ദത്തങ്ങളൊക്കെ നമ്മുടെ മക്കളിൽ കൂടിയാണെങ്കിലും ദൈവം പൂർത്തീകരിക്കും. ചില ആത്മീയ ഭൗതിക നന്മകളൊക്കെ തടയപ്പെട്ടിരിക്കുന്നത് ഈ ദിവസങ്ങളിൽ നമ്മുടെ കൈകളിൽ ദൈവം തരുമാറാകട്ടെ. ആത്മാവിൻ്റെ പ്രേരണയിൽ ചില ഭവനങ്ങളിൽ, ചില സ്ഥലങ്ങളിൽ, വ്യക്തിജീവിതങ്ങളിൽ, ചില വിഷയങ്ങളിലൊക്കെ നാം ഉള്ളങ്കാൽ ചവിട്ടി നിന്ന് പ്രാർത്ഥിച്ചതൊക്കെയും ദൈവം നമുക്ക് തന്നിരിക്കുന്നു എന്ന് നമുക്ക് ഉറയ്ക്കാം. നമ്മുടെ സ്വർഗീയ പിതാവ് വാക്കുമാറുന്ന അപ്പനല്ല. പൂർണ്ണമായും വിശ്വസിക്കാനായിട്ടാണ് നമ്മെ വചനത്തിലൂടെ ദൈവം ബലപ്പെടുത്തുന്നത്. തീത്തോസ് 1:2 നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: പൊഷ്കില്ലാത്ത ദൈവം സകല കാലത്തിനു മുമ്പേ വാഗ്ദത്തം ചെയ്ത നിത്യജീവൻ്റെ പ്രത്യാശ ഹേതുവായി. പിശാച് ഭോഷ്ക് പറയുന്നവനും ഭോഷ്കിൻ്റെ പിതാവുമാണ്. എന്നാൽ സർവശക്തനായ ദൈവം സത്യവും നീതിയും നിറഞ്ഞവനാണ്. വചനമാകുന്ന ദൈവം വാഗ്ദത്തം ചെയ്ത ഒന്നാണ് നിത്യജീവൻ. അത് നമ്മിലേക്ക് എത്തിച്ചത് പുത്രൻ തമ്പുരാനിലൂടെയാണ്. അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യാശയും. നിത്യജീവനോടുകൂടെ നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കുവാനുള്ള എല്ലാ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു. ആ വാഗ്ദത്തങ്ങളൊക്കെ ജീവനും ചൈതന്യവും നിറഞ്ഞതാണ്. അത് നമുക്ക് ജീവൻ തരുന്നതും നമ്മുടെ തളർന്ന അവസ്ഥയ്ക്ക് ചൈതന്യം പകരുന്നതുമാണ്. തളർന്ന കൈകളെ ബലപ്പെടുത്തുന്നതും കുഴഞ്ഞ മുഴങ്കാലുകളെ ഉറപ്പിക്കുന്നതുമാണ് ദൈവവചനവും ദൈവിക വാഗ്ദത്തങ്ങളും. അതുകൊണ്ട് വചനത്തെ മുറുകെ പിടിക്കാം, യേശുവിനെ മുറുകെ പിടിക്കാം, പ്രത്യാശയോടെ മുൻപോട്ട് പോകാം. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, അങ്ങയുടെ വചനങ്ങൾക്കായും അങ്ങയുടെ വാഗ്ദത്തങ്ങൾക്കായും നന്ദി. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. ഗോഡ് ബ്ലെസ് us all.